ഹലോ ഗൈസ്, അനിമൽ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റേഴ്സ് 86 87 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്തൊരു സപ്പോർട്ട് തരണം. പിന്നെ നിങ്ങൾ ഇനിയും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. സോ ഇനിയപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് കടക്കാം. ചിഹിരോ ഇപ്പോൾ ആകെ തളർന്നു നിൽക്കുകയാണ്. അവന്റെ കാഴ്ച ഇങ്ങനെ മറയുന്നുണ്ട്. ഇപ്പോൾ അവന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇയോറിയാണോ എന്ന് അവനിങ്ങനെ ഒരു സംശയം വരുന്നുണ്ട്. എന്റെ മൊത്തം പവറും എടുത്തിട്ടാണെങ്കിലും ടോബി മുനയിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടാക്കി സാമുറായെ കാണിക്കാൻ എനിക്ക് പറ്റിയല്ലോ എന്ന് ചിഹിരോ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതുകൊണ്ടൊന്നും പുള്ളിയെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. സോർട്ട് മാസ്റ്റർ എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആയിട്ടുള്ള ആളല്ലേ എന്നൊക്കെ ചിഹിരോ ചിന്തിക്കുന്നുണ്ട്. ചിഹിരോയുടെ ദേഹത്തുനിന്ന് ചോരയൊക്കെ ഇങ്ങനെ ഒഴുകുകയാണ്. അവൻ ചിന്തിക്കുന്നുണ്ട്, സോ ഞാൻ ഇപ്പോഴും ഷിനുച്ചി ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. എന്നിട്ട് അവനിങ്ങനെ മയങ്ങി താഴേക്ക് വീഴാൻ തുടങ്ങുന്നു. ഇപ്പൊ ഇയോറി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. വീഴാൻ പോയ ചിഹിരോയെ ഇപ്പൊ സാമുറ പിടിച്ചിട്ടുണ്ട്. ആ സുസാക്കു വെച്ചിട്ട് അവനെ ഹീൽ ചെയ്യുന്നുണ്ട് പുള്ളി. ഇപ്പോൾ മാസുമി ടീമിനെ ആ ഫ്ലെയിംസ് വെച്ചിട്ട് പുള്ളി ഹീൽ ചെയ്യുന്നുണ്ട്. റോയൊക്കെ ഇപ്പോൾ ഹീൽ ആവുന്നത് കാണാം. അവന്റെ പൊട്ടിപ്പോയ കൂളിംഗ് ഗ്ലാസ് വരെ പഴയ പടിയാവുന്നുണ്ട്. അവനിപ്പോൾ എന്തോ പറയാനായിട്ട് മിസ്റ്റർ സാമുറ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ഉടനെ ഇപ്പോൾ അവന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന ഫോൺ ബെല്ലടിക്കുന്നു. ചിഹിരോയുടെ എല്ലാ മുറിവുകളും, ആ കയ്യിലെ മുറിവ് വരെ സാമുറ ഇപ്പൊ ഹീൽ ചെയ്തിട്ടുണ്ട്. അവനിപ്പോ തല ഉയർത്തി ഇങ്ങനെ നോക്കുമ്പോൾ സാമുറയുടെ മുഖം കാണുന്നു. സാമുറ ഇപ്പോൾ കണ്ണ് തുറന്ന് ഇങ്ങനെ ചിഹിരോയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിഹിരോ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ സാമുറ, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളത് ഹീൽ ചെയ്തു അല്ലേ? സാമുറ ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട്, നീ എനിക്ക് ശരിക്കും ടഫ് കോമ്പറ്റീഷനാ തന്നത്. ചത്താൽ മാത്രമേ എന്റെ നീന്ന് കൈവിടൂ എന്നുള്ള മൂഡിലാ നീ ഫൈറ്റ് ചെയ്തേ. ചിഹിരോ ഇപ്പൊ പറയുന്നുണ്ട്, എനിക്കതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല മിസ്റ്റർ സാമുറ. എന്റെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ അതിലുണ്ട്. നിങ്ങൾ ഒരുമിച്ചാണ് എൻഡൻ ഫോർജ് ചെയ്തത് അല്ലേ എന്ന് സാമുറ ചോദിക്കുന്നു. ഒരുമിച്ച് ഒരു നല്ല ഭാവി ഫോർജ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ഇതിലൂടെ അവരുടെ ലക്ഷ്യമെന്നും സാമുറ മനസ്സിലാക്കുന്നുണ്ട്. മറ്റ് എൻചാന്റഡ് ബ്ലേഡ്സിനെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു എൻചാന്റഡ് ബ്ലേഡ്, ആൻഡ് ഇത് വെച്ച് ഷിനുച്ചി നീ ഡിസ്ട്രോയ് ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലേ എന്ന് സാമുറ ചോദിക്കുന്നു. ചിഹിരോ ഇപ്പോൾ പറയുന്നുണ്ട്, ആ ഒരു ലെവലിലേക്ക് ഞാൻ വളർന്നിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എന്തായാലും ഞാനത് അച്ചീവ് ചെയ്തിരിക്കും. സാമുറ ഇപ്പോൾ പറയുന്നുണ്ട്, അതെ, ഇതൊരു തുടക്കം മാത്രമാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ പറയുന്നതൊക്കെ. നിന്റെ സോർട്ട് ഫൈറ്റിങ്ങും ഇപ്പം നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ ആ കുനിഷികെ റോക്കുഹിര വിശ്വസിച്ച ആ പാതയിലൂടെ പോകാമെന്ന് സാമുറ ചിന്തിക്കുകയാണ്. അതായത് ചിഹിരോയെ വിശ്വസിക്കാമെന്ന്. സോ എൻഡൻ ഉപയോഗിച്ച് ഉറപ്പായും നിനക്കത് ചെയ്യാൻ പറ്റും ചിഹിരോ, എനിക്കതിപ്പോൾ ബോധ്യമായി എന്ന് ചിഹിരോയുടെ അടുത്ത് സാമുറ പറയുന്നുണ്ട്. എന്റെ സോർട്ട് ഫൈറ്റിംഗ് ഇമ്പ്രൂവ് ആകാൻ ഒരു വലിയ കാരണം നിങ്ങളുടെ മകളാണ് എന്നിപ്പോൾ ചിഹിരോ സാമുറ എടുത്ത് പറയുന്നു. കാര്യം അവളെ കണ്ടിട്ടാണല്ലോ ആ IA വൈറ്റ് പ്യൂരിറ്റി സ്റ്റൈലിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫോം ചിഹിരോ മനസ്സിലാക്കിയത്. സോ അപ്പോൾ ഇത് കേട്ട് ഇയോറിയെ നോക്കിക്കൊണ്ട് സാമുറ പറയുന്നുണ്ട്, നീ അപ്പോൾ നിന്റെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അവളാണെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ണു തുറന്നപ്പോൾ സാമുറ ആദ്യമായിട്ട് അവളെ നോക്കി പറഞ്ഞ ആ ഡയലോഗിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അവളിപ്പോൾ സാമുറയോട് ചോദിക്കുന്നുണ്ട്, സീരിയസ് ആയിട്ടും ഞാനങ്ങ് ഒരുപാട് വളർന്നു പോയി എന്നൊക്കെ നിങ്ങൾ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നെ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ചിട്ട് പോയതാണ്, അത് മറക്കണ്ട. എന്നിട്ടിപ്പം ഞാൻ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നോ എന്ന് അറിയണം പോലും. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ ഐ ആം സോറി എന്ന് സാമുറ ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ സാമുറയുടെ വയറ്റ തിയോറി നല്ലൊരു ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ അവസാനത്തെ ചിരിയും പിന്നെ നമ്മൾ 3 പേരും കൂടിയുള്ള മൊമെന്റ്സും എല്ലാം ഇത്രയും നാൾ എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതിന് നിങ്ങളോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അവൾ എന്നിട്ടിപ്പോൾ സാമുറയെ കെട്ടിപ്പിടിച്ചാൽ കരയാണ്. ഇപ്പൊ ചിഹിരോ ഇത് കണ്ടാകെ ഇമോഷണൽ ആവുന്നുണ്ട്. സാമുറയാണെങ്കിലും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കുമോളെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ അച്ഛനും മോളും വീണ്ടും ഒത്തുചേർന്നിരിക്കുകയാണ്. ഇപ്പൊ ഇത് കണ്ടിട്ട് ചിഹിരോയ്ക്കും സന്തോഷമാവുന്നുണ്ട്. ഇപ്പോൾ മാസുമിയിലെ മോക്കു ഇക്കൂറയെ തോളത്തെടുത്തിട്ടോണ്ട് ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇക്കൂറ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് കയറി ആകെ ചളവായി അല്ലേ? സുമി ഇപ്പൊ പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ, നീ ഇല്ലായിരുന്നെങ്കിൽ നമ്മളുടെ ഈ മിഷൻ ഇങ്ങനെ നല്ലതുപോലെ അവസാനിക്കില്ലായിരുന്നു. പിന്നല്ലാതെ ഇന്നത്തെ സ്റ്റാർ നീ അല്ലടാ എന്ന് മോക്കു പറയുന്നുണ്ട്. ഇപ്പോൾ ചെയ്തതിനൊക്കെ നിങ്ങളോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന് മാസുമി ടീമിനോട് സാമുറ പറയുന്നുണ്ട്. റോയ് ഇപ്പോൾ പറയുന്നുണ്ട്, ഈ കാണിച്ചു കൂട്ടിയതിനൊക്കെ നിങ്ങൾക്ക് 2 തരണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഇയോർ നിങ്ങൾക്ക് ഓൾറെഡി 1 തന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ തമ്മിൽ എല്ലാം സെറ്റായി. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ സാമുറ, അപ്പോൾ ഇനി എങ്ങനെയാ കാര്യങ്ങൾ? നല്ലൊരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ മിഷനിൽ ഞങ്ങളോടൊപ്പം കൂടുകയല്ലേ? സാമുറ ഇപ്പോൾ പറയുന്നുണ്ട്, അതെ, പക്ഷേ അതിനു മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കി എടുക്കേണ്ടതുണ്ട്. സാമുറ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എറ്റേണൽ കോൺട്രാക്ട്സിന്റെ കാര്യം ചിഹിരോ ഡീൽ ചെയ്താൽ പോലും ഹിഷാക്കു, മറ്റ് എൻചാന്റഡ് ബ്ലേഡ്സ്, അതേപോലെ തന്നെ കമുനാബിക്കുള്ളിലെ ചതിയന്മാര്, ഇങ്ങനെ പല കാര്യങ്ങൾ ഇനിയും ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി എന്തായാലും യൂറയും സാമുറയുമായിട്ടുള്ള ആ ഡീലൊന്നും വാലിഡ് അല്ലല്ലോ. സോ കാര്യങ്ങൾ ഇനിയും കുറച്ചുകൂടി ടഫ് ആവും. ഇപ്പോൾ പ്രസന്റില് ഹിഷാക്കു കമുനാബി ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊരു മെസ്സേജ് കിട്ടി എന്നുള്ള വിവരം റോ ഇവരോട് പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന് സാമുറയും ഇങ്ങനെ ചിന്തിക്കുന്നു. ഒരു എൻചാന്റഡ് ബ്ലേഡിന്റെ സഹായമില്ലാതെ സോർട്ട് മാസ്റ്ററിനെ കൊല്ലാനാണോ അവർ ഉദ്ദേശിക്കുന്നത്? ഞാനുമായിട്ട് ആ ഡീൽ ഉണ്ടാക്കുന്ന സമയത്തെ അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കുമോ? ഇത് പിന്നീട് അവരുണ്ടാക്കിയ ബാക്കപ്പ് പ്ലാൻ ആവാനേ വഴിയുള്ളൂ എന്നൊക്കെ സാമുറ ചിന്തിക്കുന്നുണ്ട്.
ചിഹിരോ ഇപ്പോൾ സാമുറയോട് പറയുന്നുണ്ട്, മിസ്റ്റർ സാമുറ, നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യണ്ടേ. സാമുറ ഇപ്പോൾ ഒന്ന് ചിന്തിക്കുന്നുണ്ട്. കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇത്രയും സഡനായിട്ടൊരു അറ്റാക്ക് നടത്തണമെങ്കിൽ അകത്ത് ഉറപ്പായിട്ടും ഹിഷാക്കുവിൻ്റെ ചാരന്മാരുണ്ടായിരിക്കണം. എന്നിട്ട് പുള്ളി ഇപ്പോൾ ചിഹിരോയോട് പറയുന്നുണ്ട്, അതെ, പ്ലാൻ ചെയ്യണം, നമ്മൾ അടുത്തതായിട്ട് മുന്നോട്ടെടുത്ത് വെക്കാൻ പോകുന്നത് ഒരു വലിയ സ്റ്റെപ്പാണ്. ചിഹിരോ ഇപ്പോൾ പറയുന്നുണ്ട്, സോ എനിക്കിനിയിപ്പോൾ ഇത് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ടോബി മുനെ എന്ന് പറയുന്ന ഈ എൻചാൻറ്റഡ് ബ്ലേഡ് ശരിക്കും ഫോർജ് ചെയ്തിരിക്കുന്നത് ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ്. സോ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം മിസ്റ്റർ സാമുറ. ഇനി മുന്നോട്ടുള്ള യുദ്ധത്തിൽ ഉണ്ടായേക്കാവുന്ന വലിയ പരിക്കുകളെല്ലാം ഹീല് ചെയ്യാനായി നിങ്ങളുടെ ഈ പവർ എൻ്റെ ഒപ്പം വേണം. ഇനി അങ്ങോട്ട് ഒരുമിച്ച് നിന്ന് എൻചാൻറ്റഡ് ബ്ലേഡ്സിൻ്റെയും ഹിഷാക്കുവിൻ്റെയും കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും. മോക്കു ഇപ്പോൾ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിനും ഒറ്റയ്ക്ക് എടുത്ത് ചാടുന്ന ആളാണ് ഇപ്പോൾ ഒരുമിച്ചെന്നൊക്കെ പറയുന്നതെന്ന്. റോ ആണെങ്കിൽ ഇപ്പോൾ സാമുറയുടെ താഴെ വീണ കൂളിംഗ് ഗ്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിപ്പോൾ ഹീലായതേ ഉള്ളല്ലോ, സോ വെട്ടമൊക്കെ നല്ല ഇൻറ്റൻസ് ആയിട്ട് കണ്ണിലോട്ട് അടിച്ചു കയറും. സോ നിങ്ങളിത് വെച്ചോ എന്ന് അവൻ പറയുന്നു. ഇപ്പോൾ ആ കണ്ണാടി ഇങ്ങനെ വെച്ചുകൊണ്ട് സാമുറ ചിന്തിക്കുന്നുണ്ട്, ഇവരുടെ ഒപ്പം നിൽക്കാനായിട്ട് എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതിൽ ഈ പുതിയ ജനറേഷനിലെ പിള്ളേർ വിജയിച്ചല്ലോ എന്ന്. പെട്ടെന്ന് ഇപ്പോൾ സാമുറയുടെ മൈൻഡിലേക്ക് ഒരു മെമ്മറി വരുന്നുണ്ട്. അതായത് സെയ്റ്റൈ യുദ്ധത്തിന്റെ മെമ്മറിയാണ്. ആ റാക്കുസായിച്ചിയിൽ നടന്നതുപോലെ തന്നെ ഷിനുച്ചി ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ഒരു ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ്. അതിന്റെ മുകളിൽ സോട്ട് മാസ്റ്റർ ഉണ്ട്. തൊട്ട് താഴെ ആ പൊളിഞ്ഞു വീണ് കിടക്കുന്നിടത്തൊക്കെ ആയിട്ട് 5 സോട്ട് ബെയറേഴ്സ് നിൽക്കുന്നുണ്ട്. കുമയൂരിയും കൊണ്ട് ഉറുഹ ഇരിക്കുന്നത് കാണാം. സാമുറ ആണെങ്കിൽ ഇപ്പോൾ ടോബിമുനെ ഷീറ്റിൽ നിന്ന് ഇങ്ങനെ പുറത്തെടുക്കാൻ തുടങ്ങുകയാണ്. വേറൊരു പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. പുള്ളിയുടെ മുഖമൊന്നും കാണിച്ചിട്ടില്ല, പക്ഷേ അത് ക്ലൗഡ് ഗൗജറിന്റെ ഓണറാണ്. ആ വാളിൽ നിന്ന് ആ മിന്നൽ വരുന്നത് കാണാം. മറ്റ് 2 സോട്ട് ബെയറേഴ്സും ആ 2 സൈഡിലായിട്ടുണ്ട്. ഇനി നമ്മളെ കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് കാണിക്കുന്നത്. ഏറ്റവും താഴത്തെ ലെവലിലുള്ള മോണിറ്റർ റൂമിൽ ഇരുന്നിട്ട് തടവിൽ കിടക്കുന്ന സോട്ട് മാസ്റ്ററിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചില മെമ്പേഴ്സ്. ഇപ്പോൾ മുകളിലത്തെ ഫ്ലോറിലൊക്കെ വൻ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ സോട്ട് മാസ്റ്റർ അതുമല്ലോ മനസ്സിലാക്കുന്നുണ്ടായിരിക്കുമോ എന്ന് ഒരു മെമ്പർ ചോദിക്കുന്നുണ്ട്. ഏയ്, ഇയാൾ അതൊക്കെ എങ്ങനെ അറിയാനാണെന്ന് മറ്റേ മന്ത്രവാദി ചോദിക്കുന്നു. എന്നിട്ട് അങ്ങേര് പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ട്, ഈ സോട്ട് മാസ്റ്റർ ഈ അണ്ടർഗ്രൗണ്ട് പ്രിസണിൽ 18 വർഷമായിട്ട് തടവിലാണ്. ആ ചുറ്റുമുള്ള തൂണുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇയാൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ എമൗണ്ട് ഓഫ് എനർജി, അത്രയും ഒരു ലൈഫ് സപ്പോർട്ട് മാത്രമേ കൊടുക്കൂ. അത് വെച്ച് പുള്ളിക്ക് ഒരുപാടൊന്നും മൂവ് ചെയ്യാൻ പോലും പറ്റില്ല. സ്വന്തമായിട്ട് ജീവൻ അവസാനിപ്പിക്കാൻ പോലും പുള്ളിക്ക് കഴിയില്ല. അങ്ങനെ ഒന്നുമില്ലായ്മയുടെ ഈ തടവിൽ 18 വർഷങ്ങളായിട്ട് അയാൾ ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ അയാളൊന്ന് സംസാരിച്ചത് ഒരേ ഒരു തവണയാണ്, അതും ഒരു വാക്ക് പറയാൻ വേണ്ടി. കൃത്യമായി പറഞ്ഞാൽ ഈ വർഷം നവംബർ 8-ന് ഉച്ചതിരിഞ്ഞ് 3:47-നാണ് അയാളത് പറയുന്നത്. ആ വാക്കാണ് മഗാറ്റ്സുമി. റാക്കുസായിച്ചിയുടെ ടൈമിൽ ക്യോര ഷിനുച്ചി കയ്യിലെടുത്തപ്പോൾ ഇയാളാ പറഞ്ഞതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രസന്റിൽ പെട്ടെന്ന് ഈ സോട്ട് മാസ്റ്ററിന്റെ കൈ ഇങ്ങനെ ചലിക്കുന്നത് ആ മന്ത്രവാദി നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ പതുക്കെ സോട്ട് മാസ്റ്റർ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേക്കുകയാണ്. കൂടെ തന്നെ അയാൾ പറയുന്നുണ്ട്, സമയമായിരിക്കുന്നു. സീൽഡ് ആയിട്ടുള്ള ഷിനുച്ചി ഇപ്പം നമുക്ക് കാണാം. സാമുറ ആണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, എല്ലാവരെയും ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കാം, നമുക്കിനി കളയാൻ സമയമില്ല. സോ അപ്പോൾ നേരെ ടോക്കിയോയിലേക്ക് എന്ന് ചിഹിരോയും പറയുന്നുണ്ട്. ഇപ്പോൾ കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിൽ ഫയലുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന റൂമിൽ നിന്ന് ഒരു മന്ത്രവാദി ഹിഷാക്കുവിനെ പറ്റിയുള്ള ഫയൽ എടുത്ത് വായിക്കുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നുമില്ല. 10 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഓർഗനൈസേഷനാണ് ഹിഷാക്കു. അതിനെ ലീഡ് ചെയ്യുന്നത് യൂറ എന്ന് പറയുന്ന ഒരാളാണ്. അയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സോട്ട് മാസ്റ്ററിനെ കൊന്ന് ഷിനുച്ചി കൈക്കലാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹിഷാക്കുവിലെ മറ്റ് മെമ്പേഴ്സിന്റെ പേരൊന്നും അറിയില്ല. അവരുടെ പേരുകൾ ഒരു മന്ത്രവാദി ഫാമിലിയുടെ രജിസ്ട്രിയിലും ഉള്ളതല്ല. പ്രധാന മന്ത്രവാദി പരമ്പരകളിൽ ഒന്നും പെടാത്ത വ്യത്യസ്തമായ മാന്ത്രിക ശക്തികൾ, വ്യത്യസ്തങ്ങളായ പ്രായപരിധിയിലുള്ള മെമ്പേഴ്സ്, കുനിഷികെ റോക്കുഹിരെ പോലെയുള്ള ഒരു ലെജൻഡിനെ കൊന്നുകളയാൻ തക്ക സ്കില്ലുള്ളവർ. ശരിക്കും ഇവരൊക്കെ ആരാണെന്നോർത്ത് ഇപ്പോൾ ഇത് വായിക്കുന്ന കമുനാബി മന്ത്രവാദി വണ്ടർ അടിക്കുന്നുണ്ട്. ഈ മെമ്പേഴ്സ് തങ്ങളിലുള്ള കണക്ഷനോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണ്. ലൈക്ക് ദേ ആർ ഫാൻറ്റംസ്, മായാരൂപികൾ. ഇപ്പോൾ കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ആ ത്രെറ്റ് എലിമിനേഷൻ ഗ്രൗണ്ടിൽ, അതായത് അസാമി നീക്കുന്നിടത്ത് പുള്ളിക്കാരൻ ആ ഹിഷാക്കു മെമ്പറിനെ അടിച്ച് പരത്തി താഴെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അസാമിക്ക് എന്നാലും ഇപ്പോഴും എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അതായത് മൊത്തം 7 പേരല്ലേ അകത്ത് കയറിയത്, ഇവിടെ ഇപ്പോൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ബാക്കി 4 പേരെവിടെ? ഈ ത്രെറ്റ് എലിമിനേഷൻ ഗ്രൗണ്ട് പാസ് ചെയ്യാതെ അവന്മാർക്ക് താഴേക്ക് പോകാനും പറ്റില്ല. എന്തോ എവിടെയോ പ്രശ്നമുണ്ടല്ലോ എന്ന് അസാമി ഇങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ലെവൽ 5-ൽ ഹാക്കുരിയുടെ ഉറുഹയുടെ നേർക്ക് പിന്നെയും മറ്റേ 2 കമുനാബി മന്ത്രവാദികൾ വരികയാണ്. ഉറുഹ ആണെങ്കിൽ പറയുന്നുണ്ട്, ആ ഹിഷാക്കു, ആ നാറുകൾ എപ്പോഴും ഇതേ തന്ത്രം തന്നെയാണ് പ്രയോഗിക്കുന്നത്. അവന്മാരുടെ കീഴിൽ വാലാട്ടി നിൽക്കുന്ന ഇങ്ങനെയുള്ള തെണ്ടികളെ ആദ്യം നമുക്ക് നേരെ പറഞ്ഞു വിടും. ഇവന്മാരെയൊക്കെ ഫൈറ്റ് ചെയ്ത് നമ്മൾ തളർന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ആ കോക്കു ഗോക്കു സ്റ്റീം സ്ക്വാഡിലെ ഉറുഹയുടെ ആ ബോഡി ഗാർഡ്സിനെയും ഹിഷാക്കു തീർത്തത്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണോ നാറികളെ എന്ന് ഉറുഹ ചോദിക്കുന്നുണ്ട്.
ഇപ്പൊ ആ മറ്റ് 4 ഹിഷാക്കു മെമ്പേഴ്സ് ത്രെറ്റ് എലിമിനേഷൻ ഗ്രൗണ്ടിന് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഈ കൂട്ടത്തില് ആദ്യം ഹിരുഹിക്കോയുടെ കൂടെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആ മന്ത്രവാദി ഉണ്ട്. പിന്നെ വേറെ 2 പേര്, അവന്മാരെ കണ്ടിട്ടില്ല. അവന്മാർ 2 പേരും ഇപ്പൊ വീട്ടിൽ ബോർ അടിച്ചിട്ട് കോട്ടുവായി ഇടുന്നുണ്ട്. പിന്നെ ഒരു പെണ്ണ്, ഇവൾ ആ റോക്കുഹിരയെ കൊന്ന 3 മന്ത്രവാദികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവളിപ്പോ ഈ കോട്ടുവായിട്ടതിൽ ഒരുത്തനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ടെൻഷനാണോ? എന്താ ടെൻഷനോ? അല്ല, നീ ഇപ്പൊ കോട്ടുവായിട്ടല്ലോ, നീ നല്ല വെപ്രാളത്തിലാണെന്നുള്ളതിന്റെ തെളിവാ അത്. അവനിപ്പോ പറയുന്നുണ്ട്, മണ്ടത്തരം പറയാതെ, ഞാൻ മാത്രമല്ല, ദേ ഇവനും ഇപ്പൊ കോട്ടുവായിട്ടല്ലോ. ഓ, അതവൻ ഉറക്കം വന്നിട്ട് ഇട്ടതായിരിക്കും അല്ലേടാ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. മറ്റവനിപ്പം അതെ എന്ന് പറയുന്നു. ഇവളപ്പോ ആ മുഖത്ത് ബാൻഡേഡ് ഒട്ടിച്ചവനെ ഇങ്ങനെ ചുമ്മാ ഇട്ട് വാട്ടുകയാണ്. ഇപ്പൊ ആ വാ മൂടി വെച്ച മന്ത്രവാദി പറയുന്നുണ്ട്, ദേ യൂറ വരുന്നു എന്ന്. ആ പെണ്ണിപ്പോഴും മറ്റവനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ശരിക്കും നെർവസ് ആണെന്ന് അവൾ പറയുന്നു. ആ വാ മൂടി വെച്ച മന്ത്രവാദി ആണെങ്കിൽ പറയുന്നുണ്ട്, നീ അത് വിടടി, അവൻ നെർവസ് ആണെങ്കിൽ നിനക്കെന്താ? ആ ബാൻഡേഡ് ഒട്ടിച്ചവനാണെങ്കിൽ ഞാൻ നെർവസ് ഒന്നും അല്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട്. യൂറ ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സൈഡിലേക്ക് നോക്കുന്നു. അവിടെ ഡെസ്കിനടുത്ത് ഒരു പ്രായമായ ആളിരിപ്പുണ്ട്. അയാളോട് ഇപ്പൊ യൂറ ചോദിക്കുന്നുണ്ട്, എക്സ്ക്യൂസ് മീ അമ്മാവ, ഇവിടെ വാഷ്റൂം എവിടാണെന്നൊന്ന് പറയാവോ? നിങ്ങൾ കമുനാവി സ്റ്റാഫ് തന്നെയല്ലേ? അതെ, സ്റ്റാഫ് ആയതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പുള്ളിയും പറയുന്നു. യൂറ ഇപ്പൊ പറയുന്നുണ്ട്, അല്ല ഇവിടുത്തെ ബാക്കി സ്റ്റാഫുകളെല്ലാം പോയി ഒളിച്ചേ, അതുകൊണ്ട് ചോദിച്ചതാ. ഒളിച്ചിരിക്കാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരുന്നു എന്ന് ആ പുള്ളി പറയുന്നു. എന്നിട്ടെന്താ നിങ്ങൾ പോകാത്തെ? എന്താ ചാകാൻ ഭയമില്ലേ? ഈ പ്രായത്തിൽ ഇനി എന്തിനു ഭയം? മാത്രവുമല്ല, എനിക്ക് റോക്കുഹിരയെ കൊന്നവരെ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. ആഹാ, കണ്ടിട്ട്? ഒന്നിനുമല്ല, വെറുതെ ഒന്ന് കാണാൻ. ഈ പ്രായത്തിൽ അങ്ങനത്തെ സർപ്രൈസുകളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? ഞാൻ പക്ഷെ ഒരു കൂട്ടം വിചിത്രമായ രാക്ഷസന്മാരെയാ പ്രതീക്ഷിച്ചത്. ഇത് പക്ഷേ നിങ്ങൾ സാധാ ലോക്കൽ റൗഡികളെക്കാൾ കുറച്ച് ടഫാണെന്നേ ഉള്ളൂ. വലിയ മെച്ചമൊന്നുമില്ല. മായാരൂപികളെന്നാ നിങ്ങളെപ്പറ്റി ഫയലിലൊക്കെ എഴുതിയിരിക്കുന്നത്. എനിക്ക് പക്ഷെ അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നു, അത്ര തന്നെ. സോ എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. ത്രെറ്റ് എലിമിനേഷൻ ഗ്രൗണ്ടിലേക്ക് ചെല്ലുക, നിങ്ങൾക്കുള്ളത് അവിടെ കിട്ടും. യൂറ ഇപ്പോൾ നേരെ ആ കോട്ടിനുള്ളിലേക്ക് കൈയിട്ടിട്ട് പറയുന്നുണ്ട്, ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. ഞാൻ ദേ ഇപ്പോൾ ഈ കോയിൻ ടോസ് ചെയ്യാൻ പോവാ. ഞാൻ ജയിച്ചാൽ നിങ്ങൾ എനിക്ക് വാഷ്റൂമിലേക്കുള്ള വഴി പറഞ്ഞു തരണം, ഓക്കെ? ഞാൻ ജയിച്ചാലോ? സിമ്പിൾ, നിങ്ങൾക്ക് എൻ്റെ ജീവൻ എടുക്കാം. എന്താ നീ പറഞ്ഞേ? യൂറ ഇപ്പോൾ ഉടൻ തന്നെ ഒരു കത്തി എടുത്ത് ഡെസ്കിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുന്നുണ്ട്. കുനിഷികെ റോക്കുഹിരയുടെ കൊലപാതകത്തിന് പിന്നിലെ സൂത്രധാരനാ ഞാൻ. സോ നിങ്ങൾ ഈ കോയിൻ ടോസ് ചെയ്ത് ജയിച്ചെന്നെ തട്ടിക്കഴിഞ്ഞാ പിന്നെ നിങ്ങൾ ചരിത്രത്തിൽ ഇടം പിടിക്കും, അറിയോ? പക്ഷേ നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യം എന്താ? ഇവിടെ ഇനിയിപ്പോൾ ഞങ്ങൾ ജീവൻ പണയം വെച്ച് ഒരു കളിക്ക് ഇറങ്ങാൻ പോകല്ലേ, അപ്പോൾ അതിന് മുന്നേ ഒന്ന് ബാത്റൂമിൽ പോകണം, അത്രേ ഉള്ളൂ. ആ കിളവനിപ്പോൾ പറയുന്നുണ്ട്, ബാത്റൂം എവിടെയാണെന്ന് നീ പോയി കണ്ടുപിടിച്ചോ, എന്നെ ഇതിന്ന് വിട്, ഞാൻ ഈ കളിക്കില്ല. പക്ഷേ അപ്പോഴേക്കും യൂറ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞു. കിളവനിപ്പോൾ ടെയിൽസ് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ യൂറ കൈ ഇങ്ങനെ പതുക്കെ പൊക്കുമ്പോൾ ഹെഡാണ് വീണിരിക്കുന്നത്. ഇപ്പോൾ ഭയത്തോടുകൂടി അയാൾ യൂറയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഡാർക്കായിട്ടുള്ള ഷ്രൈൻ, ഒരു ക്ഷേത്രത്തിന്റെ ചിത്രം അയാൾക്ക് മനസ്സിൽ കാണുന്നുണ്ട്. യൂറയാണെങ്കിൽ ഇപ്പോൾ ഈ ടോസിൽ ജയിച്ചത് കണ്ടിട്ട് പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു ഇന്ന് ദൈവാധീനം മുഴുവൻ എൻ്റെ പക്ഷത്തായിരിക്കും. ആ കിളവനാണെങ്കിൽ ഇപ്പോൾ വാഷ്റൂം ആ വഴിയാണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. യൂറ അങ്ങേരോട് താങ്ക്സ് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. അങ്ങേരിപ്പോ യൂറ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ആരാടാ? യൂറ ഇപ്പൊ അങ്ങേരോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ മോൺസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ? ഇപ്പൊ ആ മുഖത്ത് ബാൻഡേഡ് ഇട്ടവനും യൂറയുടെ പുറകെ ഓടി പോകുന്നുണ്ട്. പക്ഷെ അവന് ബാത്റൂമിൽ ചെന്നിട്ട് പെടുക്കാൻ പറ്റുന്നില്ല. എന്താടാ, ടെൻഷനായിട്ടാണോ എന്ന് യൂറ ചോദിക്കുന്നു. യൂറ, നിങ്ങൾക്ക് ടെൻഷനൊന്നും ഇല്ലെന്ന് അവൻ ചോദിക്കുന്നു. യൂറ ഇപ്പൊ പറയുന്നുണ്ട്, പിന്നില്ലാതെ, പ്രത്യേകിച്ച് ഇന്ന് നല്ല ടെൻഷനുണ്ട്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയാ നമ്മുടെ എല്ലാവരുടെയും ജീവൻ പോവും. പക്ഷേ ആ ഫീലിങ്ങിനോട് എനിക്ക് വലിയ വെറുപ്പൊന്നുമില്ലടാ. ഒരു വലിയ വിജയത്തിന് മുന്നേ ടെൻഷൻ ഉണ്ടാവുന്നത് സാധാരണമാണ്. പിന്നെ അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഹിഷാക്കുയിലെ സ്ട്രോങ്ങസ്റ്റ് ഫൈറ്റർ നീ അല്ലടാ എന്ന് യൂറ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇവർ നേരെ എല്ലാവരും വന്ന് ഇരിക്കുന്നിടത്തേക്ക് വരുന്നു. അവിടെ ഇപ്പോൾ ആ വാ മൂടി വെച്ചേക്കുന്ന മന്ത്രവാദി ഒരു സ്പെൽ സർക്കിൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ടെലിപ്പോർട്ട് ചെയ്യുന്ന സർക്കിൾ പോലത്തെ ഒരു ഐറ്റമാണ്. ഈ മന്ത്രവാദി ഇപ്പോൾ പറയുന്നുണ്ട്, അകത്ത് ഇവർ ഹിഷാക്കു ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും കമുനാബിയുടെ ബാരിയർ ഇപ്പോഴും സ്ട്രോങ് ആണ്. സോ ഇത് സക്സസ് ആയാലും ഇവർക്കെല്ലാവർക്കും ഒരേ ലൊക്കേഷനിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ടെലിപ്പോർട്ടായി നേരെ ചെന്ന് കയറാൻ പോകുന്നത് ശത്രുവിൻ്റെ വായിലോട്ടായിരിക്കും. സോ വരുന്നത് വരട്ടെ എന്നും പറഞ്ഞാൽ ഇവരിപ്പോൾ അകത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് പോകാൻ തുടങ്ങുകയാണ്. ഇസാരു ഇപ്പോൾ ആ കോർ സ്റ്റേഷനിലെ മന്ത്രവാദിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതേസമയം യൂറ അവിടെ ടെലിപ്പോർട്ട് ചെയ്യാനായിട്ട് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. കോർ സ്റ്റേഷനിൽ ഇരിക്കുന്നതിൽ ഒരു മന്ത്രവാദി ഇപ്പോൾ ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട്. സോ അവൻ ഹിഷാക്കുവിൻ്റെ ആളാണ്. ഇസാരുവിന് ഇപ്പോൾ എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. അവൻ ഈ മന്ത്രവാദിയോട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? ഇപ്പോൾ ആ മന്ത്രവാദി ഒന്നുമില്ല എന്ന് പറയുന്നു. 7, 6 എന്ന് പറഞ്ഞിങ്ങനെ യൂറ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റവനും ക്ലോക്കിലേക്ക് നോക്കി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. ഇങ്ങനൊരു സമയത്ത് എന്തിനാ നീ ഇങ്ങനെ ടൈം നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇസാരു ചോദിക്കുന്നു. സോ ഇപ്പോൾ ഇവൻ ഈ ഹിഷാക്കുവിന് അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ആ ബാരിയറിൽ ചെറിയൊരു ഗ്ലിച്ച് ഉണ്ടാക്കുന്നുണ്ട്.
ഇപ്പൊ ആ കോർ സ്റ്റേഷനിലെ മെയിൻ മന്ത്രവാദി ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്തോ പന്തികേട് തോന്നിയ ഇസാരു മറ്റേ മന്ത്രവാദിയെ അപ്പൊ തന്നെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ഇസാരു എന്നിട്ട് ഇപ്പൊ മെയിൻ മന്ത്രവാദിയോട് ചോദിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങേരും പറയുന്നുണ്ട്, ബാരിയറിൽ എന്തോ ചെറിയൊരു എറർ കണ്ടു, സെക്കൻഡ് നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അപ്പം തന്നെ അത് റെഡി ആക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ ഹിഷാക്കുവിന് ആ ഒരൊറ്റ സെക്കൻഡ് മതിയായിരുന്നു. അവന്മാരിപ്പോൾ അവിടുന്ന് ടെലിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. സോ ഇപ്പോൾ അവന്മാർ വന്ന് എത്തുന്നത് എവിടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹാക്കുരിയുടെ ബാക്കിലായിട്ടാണ്. 5 ഹിഷാക്കു മെമ്പേഴ്സും അവിടെ എത്തിയിട്ടുണ്ട്. മറ്റേ ആ മൂടിയ മന്ത്രവാദി പറയുന്നുണ്ട്, നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് ടെലിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു, ഉദ്ദേശിച്ച അത്രയും സമയം കിട്ടിയില്ല എന്ന്. ആ പെണ്ണിപ്പോൾ പറയുന്നുണ്ട്, വെൽ ഡൺ, നീ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തു എന്ന്. അതെ, ഇനി ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ പ്ലാൻ മുന്നോട്ട് നീക്കണമെന്ന് അവൻ പറയുന്നു. യൂറ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഉറൂഹയും ഹാക്കുരിയെ ഇങ്ങനെ നോക്കുകയാണ്. ഉറൂഹ ഇപ്പോൾ ഇങ്ങനെ തിരിഞ്ഞവരെ നോക്കുന്നു. ഹാക്കുരി ഇപ്പോൾ പറയുന്നുണ്ട്, അവരുടെ കയ്യിലെ എംബ്ലം അവർ ഹിഷാക്കുവാണ്, ഇത്രയും പേരെ നമ്മൾ. ഉറുഹ ഇപ്പോൾ പറയുന്നുണ്ട്, കുഴപ്പമില്ല, എല്ലാം എനിക്ക് വിട്ടേക്ക്, ഇത്തവണ ഞാൻ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഉറുഹ ഇപ്പോൾ പുള്ളിയുടെ മന്ത്രശക്തി പ്രയോഗിക്കാൻ പോവാണ്. ഇത്രയും കാലം എറ്റേണൽ കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ പവർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നല്ലോ. സോ ഇപ്പോൾ കോൺട്രാക്ട് മുറിഞ്ഞതോടുകൂടി പുള്ളിയുടെ മന്ത്രവിദ്യ റീസ്റ്റോർ ആയിട്ടുണ്ട്. ഉറുഹ ഇപ്പോൾ പറയുന്നുണ്ട്, ഈ മന്ത്രശക്തി ഞാൻ പ്രയോഗിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 20 വർഷം അടുക്കാറായി, പക്ഷെ എന്നാലും എന്നെ കൊണ്ട് ഇപ്പോഴും അതിന് കഴിയും. യൂറ ഇപ്പം ഇങ്ങനെ ഉറുഹയെ നോക്കി നിൽക്കുന്നു. ഉറുഹയുടെ മൈൻഡിലേക്കാണെങ്കിലും കുൻഷിക റോക്കുഹിരെ കുറിച്ചുള്ള ഓർമ്മകളും അതേപോലെ തന്നെ പുള്ളിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഗോക്കു സ്റ്റീം സ്ക്വാഡിലെ ബോഡി ഗാർഡ്സിനെ പറ്റിയുള്ള ഓർമ്മകളും ഒക്കെ വരുന്നു. അങ്ങനെ ഒടുവിൽ എനിക്ക് കളത്തിലേക്ക് ഇറങ്ങാനുള്ള ടൈമായി എന്ന് പറഞ്ഞുകൊണ്ട് ആ മന്ത്രവിദ്യ ചെയ്യാനുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഉറുഹയെ കാണിച്ചിട്ടാണ് നമ്മളുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വീഡിയോ നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സോ അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഉടനെ തന്നെ കാണുന്നവരേക്കും ബൈ ബൈ.